അപ്പോൾ രാവിലെ തന്നെ തേജുവിനെ ക്ലാസ്സിലേക്ക് വിട്ടിട്ട് തൂമ്പി എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിട്ടോ മുറ്റം വൃത്തിയാക്കാൻ. മുറ്റത്താണെങ്കിൽ പുല്ല് കയറി അപ്പുറത്താണെങ്കിൽ കാട് കയറി കിടക്കട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അച്ഛനും അമ്മയും വന്നപ്പോൾ മുറ്റൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടിട്ടാട്ടോ പോയത്. പിന്നെ മിന്നി മുറ്റത്ത് പുല്ല് കയറുകയാണേ. കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്നപ്പോഴേ പറഞ്ഞു മുറ്റം എന്നും വൃത്തിയായി കിടക്കണം, വൃത്തികേടാക്കരുത്, എന്നും അടിച്ചു വാരിയിടണം, ആൾക്കാർ കയറി വരുന്നതാണ്. എനിക്കാണെങ്കിൽ ആ കാര്യം മാത്രം ഭയങ്കര മടിയുള്ളൊരു കാര്യം കേട്ടോ. ഞാനാണെങ്കിൽ ഒന്നരാടെ 2 ദിവസം കൂടുമ്പോഴാട്ടോ മുറ്റം അടിച്ചു വരാറ്. ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടാട്ടോ പുറത്ത് പോയത്. വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ച് കിടക്കുന്നുണ്ടായിരുന്നേ. വേഗം തന്നെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി അടുപ്പിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയേ. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിലോ ഭയങ്കര വെയിൽ കേട്ടോ. വേഗം തന്നെ അടിച്ചു വാരി കേട്ടോ. മുറ്റത്ത് നിന്ന് പറിച്ചിട്ട് കിട്ടുന്നേ ഇല്ല കേട്ടോ, പുല്ല് ഉറച്ച് കിടക്കുകയാണ്. വേഗം തന്നെ ചെത്തി കൂട്ടി അടിച്ചു വാരി വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ടു കേട്ടോ. എനിക്ക് തന്നെ സന്തോഷം തോന്നി, നല്ല വൃത്തിയായിട്ട് ഇപ്പം മുറ്റം കാണാൻ. അങ്ങനെ ഒരു കപ്പ് വെള്ളം കുടിച്ച് മുറ്റത്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴാണെങ്കിലോ ചോറൊക്കെ വെന്ത് കിടക്കുന്നുണ്ട്. വേഗം തന്നെ ചോറ് ഊറ്റിട്ടോ. പിന്നെ കൈയൊക്കെ കഴുകിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചേ രാവിലെ ഇറങ്ങിയതാണ്. അങ്ങനെ ഇഡ്ഡലിയും ചട്നിയും രാവിലെ ഉണ്ടാക്കിയിരുന്നേ. അങ്ങനെ ഇഡ്ഡലിയും ചട്നിയും കഴിച്ചു, അപ്പോൾ തന്നെ സമാധാനമായിട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ ചെറുപയർ കായും കൂടി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കറിയൊക്കെ സെറ്റായി. 2 പപ്പടവും കാച്ചി ക്യാരറ്റും കാബേജും കൂടി തോരൻ വെച്ചു കേട്ടോ. അപ്പോൾ തന്നെ ടൈം ഒരുപാടായിട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ ചൂടോടെ ചോറ് കഴിച്ചിട്ടോ. അപ്പോൾ തന്നെ സമാധാനമായേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.